നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓണമിങ്ങെത്തി അല്ലേ? കേരളത്തിലെ പതിവ് തെറ്റാതെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഓണക്കോടി ഒരുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഓണക്കോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ബാലരാപുരം കൈത്തറിയിൽ റോയൽ സാരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൊന്നാടയും. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഹാൻടെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് കലിയൂർ പെരിങ്ങമല കേന്ദ്രമായ ജയ്ഷ് ഹാൻഡ്ലൂം വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓർഡർ ലഭിച്ചത്. 4ാം വർഷമാണ് പ്രധാനമന്ത്രി ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്ക് കൈത്തറി വസ്ത്രങ്ങൾ നെയ്തു നൽകുന്നത് എന്ന് സൊസൈറ്റി സെക്രട്ടറി വി സന്തോഷ് പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സ്വർണം കസവിൽ ടിഷ്യൂ മെറ്റീരിയലിലാണ് സാരി തയ്യാറായത്. പ്രധാനമന്ത്രിക്ക് ടിഷ്യൂ മെറ്റീരിയലിൽ സ്വർണ്ണ കസവ് കള്ളികളായും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണവും വെള്ളിയും കസവുകൾ ഇടകലർത്തി കള്ളികളായും നെയ്ത പൊന്നാടയാണ് തയ്യാറാക്കിയത്. 15 റോയൽ സാരികൾ, 110 പൊന്നാട, 15 റോയൽ പൊന്നാട എന്നിവയാണ് കൈത്തറി കലാകാരന്മാർ നെയ്തെടുത്തത്. 15ഓളം കൈത്തറി നെയ്ത്തുകാർ 20 ദിവസം കൊണ്ടാണ് ഇവ തയ്യാറാക്കിയത്. നെയ്തെടുത്ത വസ്ത്രങ്ങൾ വ്യാഴാഴ്ച ഹാൻടെക്സിന് കൈമാറും. ഇവിടെ നിന്നും സംസ്ഥാനത്തെ വിവിധ കലാശില്പങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ ഗിഫ്റ്റ് ബോക്സ് ആയാണ് നൽകുന്നത്. ഓണക്കോടിയായി കസവ് വസ്ത്രം തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം തോന്നുന്നുവെന്ന് സന്തോഷ് പറയുന്നു. അതുമാത്രമല്ല, ഇതാദ്യമായല്ല. കഴിഞ്ഞ 4 വർഷമായി പതിവ് മുടക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് ഈ ഒരു സമ്മാനപ്പൊതി എത്തുന്നത്. സത്യത്തിൽ കേരളത്തിലെ പൈതൃകത്തെയും ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി. നമ്മൾ പലകുറി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു പൊന്നാട ചാർത്താൻ ഉള്ള ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് സന്തോഷ് പറയുന്നത്. എന്തായാലും ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്നൊരു നല്ലൊരു വാർത്ത വരുന്നുണ്ട്. നിലവിൽ 2 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത്. ഈ മാസം 19-ന് സർക്കാർ 2000 കോടി കടം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ വിതരണം ചെയ്തേക്കും. ഇതിനോടൊപ്പം 1 ഗഡു കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 5 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ലോക്സഭയിലെ ദയനീയ തോൽവിയെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 2024-25 സാമ്പത്തിക വർഷം 2 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തിരുന്നു. ഈ സാമ്പത്തിക വർഷം 3 ഗഡു കുടിശ്ശിക കൊടുക്കാമെന്നാണ് വാഗ്ദാനം. ഇതിൽ 1 ഗഡു കുടിശ്ശിക കൊടുത്തിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകും എന്നാണ് ധനവകുപ്പിൽ നിന്ന് അറിയുന്നത്. കുടിശ്ശിക ലഭിക്കാത്ത നിരവധി പേരാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിൽ നൽകുന്നതാണെന്നാണ് ഇതിന് സർക്കാർ വിശദീകരണം. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ടായിരുന്നു. അത് ചെയ്യാതെ ക്ഷേമ പെൻഷൻകാർ മരണപ്പെട്ടാൽ കുടിശ്ശിക ആശ്രിതർക്ക് അനുവദിക്കില്ലെന്നത് ശരിയായ നടപടിയല്ല. കുടിശ്ശിക ആക്കിയതിന്റെ കുറ്റം സർക്കാരിനാണ്, ക്ഷേമ പെൻഷൻകാർക്കല്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അവകാശവുമാണ് എന്നതുപോലെ ക്ഷേമ പെൻഷനും അവകാശമായി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ ലഭിക്കും. ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് 23,000 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട്. പെൻഷൻ വീട്ടിലെത്തിക്കുന്നവർക്ക് 6 മാസത്തെ പണവും നൽകാനുണ്ട്. ഇങ്ങനെ പെൻഷൻ കമ്പനിയോടും പെൻഷൻ വിതരണം ചെയ്യുന്നവരോടും കടം പറഞ്ഞാണ് ക്ഷേമ പെൻഷനിലെ ബാലഗോപാലിന്റെ അഭ്യാസം നടക്കുന്നത്. ബജറ്റിൽ ക്ഷേമ പെൻഷന് വകയിരുത്തിയ തുക നൽകിയിരുന്നു എങ്കിൽ പെൻഷൻ കമ്പനിക്ക് ആശ്വാസം ആയേനെ. കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ബാലഗോപാൽ പെൻഷൻ കമ്പനി കൈമലർത്തിയതോടുകൂടി കടം വാങ്ങിച്ചാണ് ക്ഷേമ പെൻഷനും നൽകുന്നത്.